was removed following a copyright removal request by Vivek Babu. അപ്പൊ നിനക്കെന്നെ പേടിയാണ് അല്ലേടാ? എടാ ഞാനൂര് പോലത്തവരെടാ, നാണം കെട്ടവനെ, സ്വന്തയില്ലാത്തവനെ. ഒന്നും അങ്ങനെ, കാരണം അവള് ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് നല്ലൊരു ഡ്രസ്സ് ഇട്ടാൽ തന്നെ അതിന് കുറ്റം. അവളുമാര് എങ്ങനെ കിടന്നതാ, ഇപ്പൊ അവള് നടക്കുന്ന കോളനി കിടന്ന, അതാണ് ഒന്നാമത്തെ കാര്യം. വീണ്ടും നെഗറ്റീവിലോട്ട് പോകുന്ന കണ്ടോണ്ടാണ് ഞാൻ ചോദിച്ചത് ഈ ഒരു ഇന്റർവ്യൂവിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കിയാൽ മതി. എനിക്കിപ്പോ ആരെയും ബോധിപ്പിക്കേണ്ട ഒരാവശ്യം. അതെ ചേച്ചി, മനസ്സിലാകുന്നവർക്ക് എന്തോ ഉദ്ദേശം എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അവിടെ നിൽക്കുക കേട്ടോ, നമുക്ക് അങ്ങോട്ട് വരാം. ഇന്നലെ മെയിൻ സാധനം അവിടെ ഇരിക്കട്ടെ, ഞാൻ അതിലേക്ക് വരാം. ഇന്നലെ രാത്രി വിവിയുമായിട്ട് ബന്ധപ്പെട്ട് രേണു സുധിയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. വിവി ഹിയർ അങ്ങോട്ടൊരു സ്ട്രൈക്ക് കൊടുത്തെന്നും ആ സ്ട്രൈക്കിന്റെ ഭാഗമായിട്ട് അവരുടെ വീഡിയോ റിമൂവ് ആയി പോയെന്നും, അങ്ങനെ അതേ വീഡിയോ തന്നെ വീണ്ടും അവരുടെ പ്രൊഫൈലിനകത്ത് ഒരു ബിഗിനിങ്ങിലില്ലേ 2 മിനിറ്റ് ഒരു പോർഷൻ വെച്ചിട്ട് ഒരു വീഡിയോ ഇടുന്നുണ്ടായിരുന്നു. നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം. അത് സാധനം കണ്ടതിന് ശേഷം അതിനെപ്പുറം സംസാരിക്കുന്നതായിരിക്കും നല്ലത്. It was removed following a copyright removal request by Vivek Babu. അപ്പൊ നിനക്കെന്നെ പേടിയാണ് അല്ലേടാ? എടാ ഞാനൂര് പോലത്തവരെടാ, നാണം കെട്ടവനെ. ഈ കോപ്പിറൈറ്റ് സ്ട്രൈക്കിന്റെ കാര്യം എന്റെ ഒരു അറിവ് വെച്ച് ഞാൻ പറയാം. ഒരു 3-4 മാസത്തിന് മുമ്പായിട്ട് രേണു സുധിയുടെ വീഡിയോ സ്ട്രൈക്ക് ഇവന് കിട്ടിയിട്ടുണ്ട്. ഇവൻ എന്നോട് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. അത് മറ്റേ യൂണിവേഴ്സൽ എന്റർടൈൻമെന്റ് എന്നങ്ങാണ്ട് പറയുന്ന ഒരു ചാനലിന്റെ ഭാഗത്ത് നിന്ന് 6 സ്ട്രൈക്ക് ഇവന് കയറിയിട്ടുണ്ട്. അതായത് രേണു സുധിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഇന്റർവ്യൂവിന്റെ ഭാഗങ്ങൾ അവൻ ആ ചാനലിന്റെ ഭാഗങ്ങൾ എടുത്തു വെച്ച് റിയാക്ട് ചെയ്തപ്പോഴത്തേക്കിന് അതിൽ നിന്നും അവനൊരു 6 സ്ട്രൈക്ക് അതിനകത്തുനിന്ന് ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പാണ് ഈ സാധനം കയറിയിട്ടുള്ളത്. അത് എന്നോട് ഇവൻ ആ സമയത്ത് കത്തി നിന്ന സമയത്ത് അന്ന് എന്നോട് ഇതിനെപ്പറ്റി അവർ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ സ്ട്രൈക്കിന്റെ കാര്യം സത്യം പറഞ്ഞാൽ ഇത് നല്ലൊരു ഗീവ് ആൻഡ് ടേക്ക് സാധനമേ അല്ല. മോശമാണ്. 2 പേരെ അഫക്റ്റഡ് ആവുന്ന സാധനമാണ്. 2 പേരുടെയും വരുമാന മാർഗത്തിൽ ഒന്നെന്ന് പറയുന്നത് ഈ ചാനൽ തന്നെയാണ്. അപ്പൊ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കൊടുത്ത് തീരുമ്പോഴത്തേക്കിന് കൂടിപ്പോയാൽ നിങ്ങൾക്ക് 1 മാസം അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുമായിരിക്കും. ഈ അടിച്ചു കഴിയുമ്പോൾ 2ന്റെ അറ്റം അങ്ങ് തീരുമ്പോഴത്തേക്കിന് പിന്നുള്ള ബാക്കി നാളുകളും വർഷങ്ങളും ഇരുന്ന് ഇതിനെ കുറിച്ച് ആലോചിച്ച് പശ്ചാത്തപിച്ച് ഒരിടത്ത് ഇരിക്കേണ്ടി വരും. ഒന്നാമത്തെ കാര്യം ആലോചിക്കാനായിട്ട് പറയുക. ഈ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ സാധനത്തിലേക്ക് വരരുത്, സീരിയസ്ലി വരല്ല. അത് ഒരിക്കലും ഒന്നാമത്തെ കാര്യം വിവിയോട് പറയാം, ഇതൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് പറ്റിയൊരു കാര്യമല്ല സ്ട്രൈക്ക് കൊടുക്കുക എന്നുള്ളത്. തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് സ്ട്രൈക്ക് തരാനായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ട് ആൾക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ. അത് നമ്മൾ എപ്പോഴും നിർബന്ധമായിരിക്കണം. നമ്മൾ റിയാക്ഷൻ വീഡിയോ എന്ന പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോഴത്തേക്ക് നമുക്കെതിരെ ഒരു വീഡിയോ വരുമ്പോഴത്തേക്കിന് നമുക്ക് അതിനകത്ത് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ അതിനകത്ത് പറഞ്ഞാൽ ബാധ്യസ്ഥരാണെങ്കിൽ നമുക്ക് പറയാം. ഇത് രണ്ടും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മിണ്ടാതിരിക്കാം. പിന്നെ സ്ട്രൈക്ക് കൊടുക്കാം. എപ്പോഴായിരിക്കും എന്തെങ്കിലും ന്യൂഡിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം തൊപ്പിയുടെ കാര്യത്തിൽ വന്നില്ലേ, അതുപോലുള്ള എന്തെങ്കിലും ന്യൂഡിറ്റി ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പേഴ്സണൽ ഇഷ്യൂലുമായിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്ത് കൊണ്ടുവരുന്നിരുന്നത്. പറയാനുള്ളതേ ഉള്ളൂ, ഇത് പറയാനുള്ളതേ ഉള്ളൂ. ഇതിനകത്ത് ഈ പറഞ്ഞ വീഡിയോക്കകത്ത്, രേണു പറഞ്ഞ വീഡിയോക്കകത്തും അല്ലെങ്കിൽ അങ്ങോട്ട് അടിച്ചിട്ടുള്ള വീഡിയോക്കകത്തും പേഴ്സണൽ കാര്യമില്ല. വീട്ടിലുള്ള ആൾക്കാരെ ആരും വലിച്ചടിച്ചിട്ടില്ല, അവരുടെ പേര് പറഞ്ഞിട്ടില്ല, അവരുടെ കുടുംബകഥ തുടങ്ങിയിട്ടുള്ള ഒരു കാര്യങ്ങളും ആരും അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ സാധനം അത് മാറ്റുക. ആ ഒരു സ്ട്രൈക്ക് രണ്ടുപേരും ഈ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ സാധനം മാറ്റിയിട്ട് ജീവിതമാർഗം മാത്രം നോക്കുക. പിന്നെ ഈ സ്ട്രൈക്ക് കൊടുത്ത് പോകുമ്പോഴത്തേക്കിന് രേണുവിനെ സംബന്ധിച്ച് രേണുവിന്റെ ഒരു ജീവിതമാർഗത്തിന്റെ ഒരു മെയിൻ ഘടകം ഇപ്പം യൂട്യൂബാണ്. രേണുവിന്റെ മെയിൻ ഘടകം യൂട്യൂബാണ്. നിങ്ങൾ അതിനകത്തൊരു പ്രോപ്പറായിട്ട് ഒരു 10-20 വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മെഡിസിൻ മേടിക്കാനുള്ള പൈസ നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും. അത് നിങ്ങളുടെ നല്ലൊരു സോഴ്സാണ്. ആ ഒരു സോഴ്സ് ഇതുപോലെ സ്ട്രൈക്ക് വന്നിട്ട് രേണുവും ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കരുത്. ആ ഒരു സോഴ്സ് വരെയുള്ള രേണുവിൻ്റെ ഇൻകം ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വിവിയും ഇല്ലാതാക്കാനായിട്ട് നോക്കരുത്. ഇത് ബാക്ക് ഫയർ ചെയ്യും. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഇതെല്ലാം കൂടെ കറങ്ങി തിരിഞ്ഞ് ആരുടെയെങ്കിലും ഒരാളുടെ തലയിലേക്ക് വരായിക എന്നാണ് ചിന്തിച്ചിട്ട് ഇതിനോട് ചെയ്യുക. അല്ലാതെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാ രേണുവിന് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതാണ് കൊടുക്കരുത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കാന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ട് പറ. രേണുവിനെ സംബന്ധിച്ച് ഞാൻ ക്ലിയർ ആയിട്ട് പറയാം, രേണു സ്ട്രൈക്ക് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന കാര്യം അന്ന് എടുത്തിട്ടുള്ളൂ. അല്ലല്ല, തീർച്ചയായിട്ടും അത് അംഗീകരിക്കണം. പിന്നെ അവർക്കെതിരെ വന്നിട്ടുള്ള വീഡിയോസിന്റെ എണ്ണം തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അത്രയും ഒരു നമ്പർ ഓഫ് വീഡിയോ രേണുവിനെതിരെ വന്നിട്ടുണ്ട്. അവിടെ ഒരിടത്തും രേണു സ്ട്രൈക്ക് എന്ന് പറഞ്ഞൊരു സാധനം ചലിച്ചിട്ടില്ല. അത് ലിമിറ്റഡ് ഇപ്പൊ നമ്മൾ പറഞ്ഞതിനകത്ത് ചലിച്ചിട്ടുണ്ടെങ്കിൽ പോലും, പക്ഷെ അവർക്കെതിരെ വന്നിട്ടുള്ള വീഡിയോസിന്റെ എണ്ണം വെച്ച് നോക്കുമ്പോഴത്തേനും അവർ ചെയ്തിട്ടുള്ള സ്ട്രൈക്ക് കൊട്ടേഷൻ എനിക്കെതിരെ ഉണ്ടായിരുന്നെന്ന് അറിഞ്ഞ പിന്നെ വിവി അത് പൊട്ടിച്ചത് കൊണ്ടാണ് നമ്മുടെ പ്രതിക്കോട്ട് അന്നത്തെ ആ സ്ട്രൈക്ക് കയറാതിരുന്നില്ലേ? ഓക്കെ, എനിക്കത് എന്റെ ഭാഗത്തോട്ടൊന്നും ഇതുവരെ വന്നിട്ടൊന്നുമില്ല, കേട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് അറിയത്തില്ല. ചിലപ്പോൾ അവർക്ക് ഇതേപോലുള്ള ബുദ്ധിമുട്ട് വന്ന സമയത്ത് തോന്നിയ കാര്യമായിരിക്കാം. പക്ഷെ ഈ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ സാധനം 2 പേരും മാറ്റി നിർത്തുക, അതിനെക്കുറിച്ച് എടുത്ത് വലിച്ചിടാതിരിക്കുക, സംസാരിക്കാമല്ലോ. നാക്കുണ്ട്, 2 പേർക്ക് നാക്കുണ്ട്. രേണുവിനെ സംബന്ധിച്ച് നാക്കുണ്ട്, അവനെ സംബന്ധിച്ച് നാക്കുണ്ട്. 2 പേർക്കും ഇതിനകത്ത് അച്ഛനിരുന്നൊരു മൂല ഇരുന്ന് പറയാൻ പറ്റുന്ന ഭാഗത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പൊ രേണു തിരിച്ചിങ്ങോട്ട് പറഞ്ഞാൽ അവൻ തിരിച്ചു പറയും.
അവൻ അങ്ങോട്ട് പറഞ്ഞ രേണു ഇങ്ങോട്ട് പറഞ്ഞു. രണ്ടുപേരും കട്ടയ്ക്ക് കൊടുക്കും. അപ്പൊ ആ രീതിയിൽ ഈ സംഭവം അങ്ങ് സംസാരിച്ച് ഇല്ലാതാക്കുക. അതാണ് ഇതിനകത്ത് ബെസ്റ്റ് തിങ് എന്ന് പറയുന്നത്. കാരണം വിവിയെ സംബന്ധിച്ച് വിവി ഒരു 3-4 വീഡിയോയ്ക്ക് മുമ്പേ ഇവൻ പറയുന്നുണ്ട് രേണുവിനെ അവരുടെ ഇതായ രീതിയിൽ ജീവിക്കാൻ അനുവദിക്ക്, ഒന്നും വിവിയും ചെയ്തെന്ന് പറഞ്ഞു കേട്ടോ. ഈ പറയുന്നുണ്ടായിരുന്നു അവിടെ ചെയ്യരുത്, അവരെങ്ങനെയെങ്കിലും ജീവിച്ച് പൊക്കോട്ടെ എന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറയുന്നത് വെച്ചാൽ അവർ ജീവിച്ച് പൊക്കോട്ടെ, നമ്മൾ അവരുടെ അടുത്ത് വധിക്കാനിരിക്കൊന്നുമല്ലല്ലോ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പം ഈ അവന്റെ വീഡിയോയിൽ ഈ കാര്യം പറയുന്നുണ്ട്. അപ്പൊ ആ പറഞ്ഞ് നീയും കൂടെ ഒന്ന് ആലോചിക്കണം. നീ ആ ഒരു സംസാരം നിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് അവരുടെ ഒരു വരുമാന മാർഗം നീ ആയിട്ട് ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കണ്ട. വേണ്ട, വിട്ടുകളെങ്കിൽ വിട്ടുകൾ, അത്രേ ഉള്ളൂ. അത് അവിടെ വെച്ച് അവസാനിപ്പിക്കുക. അന്തയില്ലാത്തവനെ അങ്ങനെ തന്നെ നിന്നെയൊക്കെ പറയാം. എടാ നിനക്കൊക്കെ ഉറപ്പുണ്ടോടാ? ആദ്യം ഉറപ്പുണ്ടോ നീ ചെക്ക് ചെയ്യും. ഇപ്പൊ ഞാൻ ഒരു പ്രത്യേക വീഡിയോ എടുക്കാനാണ് വന്നത്. ഞാൻ കുറച്ച് ഇന്നൊന്നും പറയണ്ടെന്ന് ഓർത്തിരിക്കാം. ഞാൻ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് ക്ഷീണിച്ച് വന്നിരിക്കാം. പക്ഷെ ഇത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവത്തില്ല. ഞാൻ ഈ മിനിഞ്ഞാന്നൊരു വീഡിയോ ഇട്ടായിരുന്നു, എന്റെ വ്ളോഗ്, എന്റെ യൂട്യൂബിൽ. എന്നെ എന്തുവാ മിണ്ടാതിരുന്ന പട്ടിയുടെ വായിക്കകത്ത് കോലിട്ട് കുത്തി പറയുന്ന ഒരു അവസ്ഥയാണ്. ഞാൻ മര്യാദയ്ക്ക് മിണ്ടാതെ ഇവന്മാരുടെ എല്ലാം കേട്ടോണ്ട് എന്നെ വിട്ടിട്ട് ഒരു 200-300 വീഡിയോസ് എടുത്ത് ഇവന്മാരുടെയൊക്കെ എന്ത് കേട്ട് ഞാൻ മിണ്ടാതിരിക്കുമായിരുന്നു. അപ്പൊ നിനക്കൊക്കെ പേടി വന്നല്ലേ മറ്റേ മഞ്ഞത്തൊപ്പിക്കാരാ. പിന്നെ ഞാൻ വെറുതെ വിടാന്ന് വെച്ചതായിരുന്നു. പക്ഷെ വേണ്ട, ശരിയായിട്ട് നീ എന്റെ യൂട്യൂബ് ചാനൽ നീ റിപ്പോർട്ട് അടിച്ച്. എടാ ഒരു പെണ്ണ് അവള് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ ക്യാൻസർ രോഗം വന്നിട്ട് നിന്നോടൊന്ന് തെണ്ടാ. നീയൊക്കെ എന്നെ വിട്ടിട്ട് പല തമ്മിക്കുണ്ടായ കാര്യം കാണിച്ച നാറികളാണ് നീയൊക്കെ. മനസ്സിലായല്ലോ? നീക്ക് എന്നെ വിറ്റ് ഉണ്ടാക്കിയ കാശ് ഉണ്ടാക്കിയിട്ട് ഞാൻ ഒരു വീഡിയോ നിനക്കെതിരെ ഒരെണ്ണം ഇട്ടപ്പോ തന്നെ നീ അത് റിമൂവ് ചെയ്ത്. എടാ ഇന്ന് വരെ നിന്റെ വീഡിയോസ് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ടോ? ഞാൻ മര്യാദ രേണു ചോദിച്ചൊരു ചോദ്യമാണ്. അത് വളരെ വാലിഡ് ആയിട്ടുള്ള ചോദ്യം. കൊടുക്കാൻ നിന്ന രേണു ചന്നം ഭിന്നം ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ ചിലപ്പോൾ ചെയ്ത് തീർക്കാൻ പറ്റും. ചെയ്താൽ പോലും തീരാത്ത അത്രയും കാര്യങ്ങൾ രേണു തിരിച്ച് സ്ട്രൈക്ക് കൊടുക്കേണ്ടി. അതൊക്കെ രേണുവിനെ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ. കാരണം രേണു അതൊക്കെ നല്ല ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ഒരു ഗീവ് ആൻഡ് ടേക്കിനകത്ത് രേണു അത് ഒതുക്കി ചെയ്തിട്ടുണ്ട്. വന്നിട്ടുണ്ട് എന്തൊക്കെ സീരിയസ് എന്തൊക്കെ വന്നിട്ടും ഇപ്പം അവരുടെ മാനത്തെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ അല്ലെ, ഗർഭം തുടങ്ങിയ അവർക്കിനി വരാവുന്ന ഒരു മനുഷ്യജീവിക്ക് വരാവുന്നതിന്റെ എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ട്. ഇതിനെല്ലാം ആൾക്കാർ പല തെളിവുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഇതെല്ലാം സോഷ്യൽ മീഡിയ കിടക്കുന്നുണ്ട്. എന്നിട്ടും അവർ പുതിയ സാധനങ്ങളായിട്ട് വീണ്ടും വന്നോണ്ടിരിക്കുക. ഇടയ്ക്ക് ഈ കോൺട്രവേഴ്സി കൊടുമ്പിരി അപ്പുറത്ത് വേറെ ഈ സാധനം പോയി അവര് അത് മേടിയോ ചുമ്മാ ഇരിക്കുമ്പോഴത്തേക്കും ചുമ്മാ അറിയോ വട കാണുന്നു പറഞ്ഞ അടുത്തൊരു സാധനം. അപ്പൊ പിന്നെ അതിനോട് പിടിച്ച് ആൾക്കാർ ആ ഒരു സാധനത്തിലേക്ക് പോവുക. എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 1 വർഷത്തിന് മുകളിൽ ഇപ്പോഴും ഒരു മെഡിക്കൽ കണ്ടീഷനിലോ കടന്നു പോകുമ്പോഴും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിൽക്കാന്നുള്ളത് ഇച്ചിരി കഷ്ടപ്പാടൊക്കെ തന്നെ. പിന്നെ ഈ തന്തയ്ക്ക് വിളി തള്ളയ്ക്ക് വിളി എന്ന കാര്യം നിങ്ങൾ തമ്മിലുള്ള ഇപ്പോ നമുക്ക് രണ്ടുപേർക്കും പേഴ്സൺ ഉണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ പറഞ്ഞു തീർക്കുക എന്നുള്ളതാണ്. അതിനകത്ത് വെറുതെ വേറൊരു പേഴ്സണെ പിടിച്ച് വലിച്ചിടുക. എന്നെ സംബന്ധിച്ച് ഞാൻ പറയട്ടെ, എനിക്ക് ഇതിനകത്ത് ഈ തന്തയ്ക്ക് വിളിയെ കുറിച്ച് ഒന്നും പറയാൻ കഴിയത്തില്ല. കാരണം ഞാൻ എന്റെ വീഡിയോയിൽ ദേഷ്യം വന്നാൽ ഞാൻ വിളിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് മനുവിന്റെ അഭിപ്രായം പറഞ്ഞു ഞാൻ വിളിച്ചിട്ടുള്ള ആളാണ്. ഞാൻ ഒറ്റ ഒരു തവണ തന്തയ്ക്ക് വിളിച്ചിട്ടുള്ളൂ. അതാരാ നമ്മൾ ഇന്നത്തെ ബോംബ് വെച്ചേക്കുന്ന ആളെ അത് ഇങ്ങോട്ട് വിളിച്ചത് കൊണ്ട് ഒറ്റ മിനിറ്റിൽ ഞാൻ ആവശ്യമില്ലാതെ ഇപ്പൊ ഞാനും നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമുക്കിടയിലുള്ള പ്രശ്നം, അത് നമ്മൾ തീർക്കുക. അതിനകത്ത് വെറുതെ ഫാമിലിയെ വലിച്ചിട്ടിട്ട് അതൊരു പ്രൊവോക്കേഷൻ ടെക്നിക്കാണ് അല്ലേ? പിന്നെ ഞാനല്ലേ ഉപയോഗിക്കുന്നേ. പിന്നെ അത്രേ ഉള്ളൂ. അത് ഈ പ്രൊവോക്ക് ചെയ്യുമ്പം നമ്മളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്കെതിരെ വീഡിയോ ചെയ്യും എന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം. ചെയ്ത് കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാനും നമ്മൾ തയ്യാറായിരിക്കണം. അത് അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാൻ ആവശ്യമുള്ളതാണ് തിരിച്ചു കൊടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ കേട്ടിട്ട് വിടുക, അത്രേ ഉള്ളൂ. സ്ട്രൈക്ക് എന്ന് പറഞ്ഞ സാധനം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ കൂടുതലായിട്ട് ഉപയോഗിക്കത്തില്ല എന്നാണ് ഞാനും വിശ്വസിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെ പോട്ടെ. രണ്ടുപേരെയും കുറ്റപ്പെടുത്തുമല്ല, രണ്ടുപേരും സപ്പോർട്ട് ചെയ്യുമല്ല. അത് അതിൻ്റെതായ രീതിയിൽ തന്നെ പറഞ്ഞ് ചെയ്തങ്ങ് അവസാനിപ്പിക്കുന്നതായിരിക്കും രണ്ടുപേർക്കും നല്ലത്. രണ്ടുപേരുടെയും വരുമാനത്തിൻ്റെ ഒരു ഭാഗം ഇത് കവറപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇല്ലാതാക്കാനായിട്ട് ആരും ശ്രമിക്കാനായിട്ട് നിൽക്കരുത്. ഓക്കെ. അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇവരുടെ ഒരു ഇന്റർവ്യൂവിൻ്റെ ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തിനകത്ത് കോളനിയായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയുന്നുണ്ട്. അവർ കണ്ടായിരുന്നത് ഞാൻ അത് കാണിച്ചു തരാം. ഈ രേണുസുതിനെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും? ഒന്നാമത്തെ കാര്യം എനിക്ക് തോന്നുന്നു അങ്ങനെ. കാരണം അവള് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നല്ലൊരു ഡ്രസ്സ് ഇട്ടാൽ തന്നെ അതിന് കുറ്റം. അവളുമാര് എങ്ങനെ കിടന്നതാ ഇപ്പൊ അവള് നടക്കുന്ന കോളനി കിടന്ന, അതാണ് ഒന്നാമത്തെ കാര്യം. കാരണം ഞങ്ങള് അന്നും അതെ കോളനി എന്ന് പറഞ്ഞാൽ വെറും കോളനി അല്ല, ലക്ഷം വീട് കോളനി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. ലക്ഷം വീട് കോളനി എന്ന് പറയുന്നത് ഒന്നുമില്ലാത്തവർക്ക് സർക്കാർ കാശ് കൊടുത്ത് മേടിക്കുന്നതല്ല, അത് സർക്കാർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് ലക്ഷം വീട് കോളനി. ആ ലക്ഷം വീട് കോളനി പോയി വാടകയ്ക്ക് താമസിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ ഓർത്ത് നോക്കി. ഞങ്ങൾ അങ്ങനെയാണ്. അങ്ങനെ ലക്ഷം വീട് കോളനി അതുപോലെ സ്വന്തമായിട്ടില്ല, അവിടെ വാടകയ്ക്ക് താമസിച്ചവരാണ് ഞങ്ങള്. അപ്പൊ അങ്ങനെയുള്ളവര്
ഇങ്ങനെ നടക്കണ്ടെന്നല്ലേ രേണു ഒരു നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കണ്ട. അതൊക്കെ തന്നെയാണ് അവരുടെ മനസ്സിലിരിപ്പം. അത് ഞാൻ ഇത് ആരാ പറയുന്നത്? ഇത് ഏതെങ്കിലും വീഡിയോ ഞാൻ പറയട്ടെ, ഞാൻ രേണുവിന്റെ കുടുംബത്തോട് പറയും, കുടുംബമാണുള്ള കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കമന്റ് ബോക്സിനെ നോക്കിയിട്ടാണോ ജീവിക്കുന്നത്? കമന്റ് ചെയ്യുന്ന ആൾക്കാർ പറയുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ടാണോ നിങ്ങൾ ജീവിക്കുന്നത്? രേണു അതിന് വിപരീതമായിട്ട് ചെയ്യുന്ന ഒരാളല്ലേ. ഇതിനൊക്കെ നിങ്ങൾ എന്തിനാ ആൻസർ ചെയ്യുന്നത്? അല്ല, ഇതൊക്കെ ഒരു ചോദ്യമായിട്ട് കൊണ്ടുവന്നിരിക്കേണ്ട കാര്യം എന്തോ? കോളനി കിടന്നയാണ്, നിങ്ങൾ കോളനി കിടന്നയാണ് എന്ന് പറയുമ്പോൾ ആ കോളനി നിങ്ങൾ മാത്രമായിരിക്കത്തില്ലല്ലോ. നോക്കുവാണെങ്കിൽ ഇത് നിങ്ങളുടെ വമ്പൻ ഉയർച്ചയായിട്ടാണ് കണക്കാക്കണ്ടേ? അല്ലേ? അങ്ങനെ കിടന്നെടുത്തോന്ന് ഇങ്ങനെ വന്ന് ഈ ഡ്രസ് ഇടാൻ കഴിയുന്നത് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യമാണെന്നല്ലേ പറയുന്നത്. രേണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 98% മലയാളികൾക്കും അറിയാം. ആ ഒരു ലെവലിലേക്ക് വളർന്നിട്ടുണ്ടെങ്കിൽ ഈ കോളനി കിടന്നു എന്ന് പറയുന്നത്, അതായത് മറ്റേ ഗവൺമെന്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന അവിടെ വാടകയ്ക്ക് താമസിക്കുമ്പോഴത്തേന് ഞങ്ങളുടെ അവസ്ഥ ഒന്നും മനസ്സിലാവും. അവിടെ ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുക. അപ്പൊ അവിടെ നിൽക്കുന്ന അവരിപ്പോ ഈ രീതിയിൽ വന്ന് നിന്ന് ഇത്രയധികം സോഷ്യൽ മീഡിയയിൽ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു ഫുട്ബോൾ കളിക്കുന്ന റൊണാൾഡോ തൂത്തോണ്ട് കിടന്ന ആളല്ലേ, പോയി മോപ്പെടുത്ത് കൈ കൊടുത്തു കഴിഞ്ഞാൽ അവൻ അതേ മോപ്പിട്ട് തല കടിക്കും. അപ്പൊ ആ രീതിയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് അഭിമാനമായിട്ട് കാണണം. അല്ലെങ്കിൽ ആ പറയുന്ന കമന്റിനെ നിങ്ങൾ അഭിമാനമായിട്ട് എടുക്കണം. അതിനെ വീണ്ടും നിങ്ങൾ ഇവരൊക്കെ എന്തിനാണ് ഇപ്പോഴും ഞങ്ങൾ അങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞ കാര്യമില്ല. കമന്റ് വായിക്കാൻ നിൽക്കുന്നത് എനിക്ക് അതാ മനസ്സിലാകാത്തത്. അല്ല, ഇവര് കമന്റ് വായിക്കുകയും ചെയ്യും, അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും 10 പറയുകയും ചെയ്യും. അത് ഇതിനകത്തുള്ളതാ, കണ്ടിട്ടില്ല അതെടുത്ത് സ്റ്റോറി ഇടുന്നത്, അത് അതിനകത്തുള്ളതാ. ഇതൊക്കെ ഇങ്ങനെയുള്ള ചീപ്പ് സാധനങ്ങൾ അയച്ചിട്ടില്ല. ഞാൻ അയച്ചിട്ടുണ്ട്, വായിച്ചിട്ടില്ല. ആണോ? കണ്ടാണ് പേരാദ്യമേ മാസ്റ്റർ മൈൻഡ് ഓപ്പൺ ചെയ്ത് കാണും. മറ്റേ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ റീഡ് വരത്തുള്ളൂ. അല്ലെങ്കിൽ വീടും. അല്ല, വായിച്ചിട്ട് അൺറീഡ് ആക്കിയാൽ മതിയല്ലോ. മെസ്സേജിനകത്ത് അൺറീഡ് ഇൻസ്റ്റഗ്രാം കൊടുത്തു കഴിഞ്ഞാൽ അതും പോകുമല്ലോ. ആയിരിക്കും. എന്തൊക്കെയെന്ന് പറഞ്ഞാലും ഈ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള വൃത്തികെട്ട കാര്യങ്ങൾക്കും അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങൾക്കും നിങ്ങൾ അതിന് റിപ്ലൈ കൊടുക്കാതിരിക്കുക. അത് നിങ്ങളായിട്ട് കീപ്പ് ചെയ്യേണ്ട കുറച്ച് നല്ല കാര്യങ്ങളുണ്ട് കേട്ടോ. നിങ്ങളായിട്ട് കീപ്പ് ചെയ്യുന്ന കുറച്ച് നല്ല കാര്യങ്ങൾ നിങ്ങൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കമന്റിന്റെ റേഷ്യോ കുറയ്ക്കാം. കുറച്ച് കഴിഞ്ഞാൽ എന്താ പറ്റും? അത് അല്ല, അതിപ്പോൾ എന്തായാലും പോകെ ഈ സാധനം അങ്ങ് ഇല്ലാതാവും. നിങ്ങൾക്ക് റീച്ചാണ് വേണ്ടത്. നിങ്ങൾ ഈ ഒരു വഴി കൂടെ, ഇത്രയും നാൾ കടന്നു വന്ന വഴി ഇതാണ്, ഞങ്ങൾ ഈ വഴി കൂടെ തന്നെ ഇനി പോകത്തുള്ളൂ എന്ന് നിങ്ങളുടെ നിശ്ചയത്തിലാണെങ്കിൽ ഓക്കെ, അപ്പം നിങ്ങൾ ഈ രീതി തന്നെ പൊക്കോ. നിങ്ങൾ ഇത് അല്ല, ഇവന്മാരാണ് എന്നെ നശിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവർക്കെതിരെ തിരിഞ്ഞിട്ട് അപ്പൊ അവര് പറയുന്ന കാര്യങ്ങൾ തെറ്റാണ് ശരിയാണ് വീണ്ടും അക്സെപ്റ്റ് ചെയ്യാൻ നിൽക്കല്ലേ. എന്തോ വേണ്ടി ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രൈക്ക് അടിച്ച് കളിക്കരുത്. മോശമാണ്. നിങ്ങൾ അങ്ങോട്ട് പറയുക, തിരിച്ച് ഇങ്ങോട്ട് പറയുക. നാളെ ഒരു പക്ഷേ നമ്മളെ ആയിരിക്കും എടുത്തിട്ട് പറയുന്നത്, നമ്മൾ തിരിച്ചു പറയാനുള്ളത് നമ്മളും പറയും. നിങ്ങളിതൊരു ഗിവ് ആൻഡ് ടേക്ക് ആയിട്ട് എടുക്കുക. ആ രീതിയിലും എടുത്താൽ മതി. അങ്ങനെ നമ്മുടെ പടത്തിന്റെ പേര് കരിമ്പടം. ആ പടം റിലീസായിട്ട് ഇനി മറക്കരുത് കേട്ടോ. കരിമ്പടം. ആ പടം അങ്ങനെ കരിഞ്ഞ് റിലീസായി തിയേറ്റർ കത്തിന്ന് പറഞ്ഞത്. കത്തിച്ചെന്ന് ഇന്റർവ്യൂ കത്തിച്ചു. ആ ഇന്റർവ്യൂ കൊണ്ട് നീയൊക്കെ എന്നെ അപമാനിക്കുന്നു. പടത്തിന്റെ വർക്കിന്റെ നീയൊക്കെ ആ ആക്ടറിനെ കത്തിച്ചെന്ന് പറഞ്ഞെന്ന് പറയാം. അങ്ങനൊന്നും അല്ല കേട്ടോ. കടവെന്ന് പടം കത്തി കടമായില്ല. അപ്പൊ ചേച്ചി ഇന്റർവ്യൂ കൊണ്ട് രേണുവിനെ എടുത്ത് വെച്ച് കത്തിച്ചായിരുന്നല്ലോ. അത്രേ ഉള്ളു. അത് നിങ്ങൾ ഗിവ് ആൻഡ് ടേക്ക് എടുക്ക്. ഇത്രയും നാൾ കൂടെ നടന്നില്ല. ഞാൻ അവളെ വിട്ടിട്ട് എനിക്ക് 3 മാസം കൂടുമ്പോഴാടാ 8000 രൂപ കിട്ടുന്നത്, $100 കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നത്. പക്ഷേ രേണുവിനെ കൊടുക്കണ്ട. ഞാൻ പോസിറ്റീവ് പറഞ്ഞില്ലേ പോസിറ്റീവ് അങ്ങനെ കൊടുക്കണ്ട. ഇത് നമ്മൾ പോസിറ്റീവ് അല്ലേ കൊടുക്കണ്ട കേട്ടോ. അപ്പൊ ഇത് കൊടുക്കണ്ട. നോക്കാം നമുക്ക്. വീണ്ടും നെഗറ്റീവിലോട്ട് പോകുന്ന കണ്ടോണ്ടാണ് ഞാൻ ചോദിച്ചത് ഈ ഒരു ഇന്റർവ്യൂവിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കിയാൽ മതി. എനിക്കിപ്പോൾ ആരെയും ബോധിപ്പിക്കേണ്ട ഒരാവശ്യവുമില്ല. പിന്നെ ഇതുകൊണ്ട് ഇപ്പൊ രേണുസുതിയുടെ കണ്ടന്റ് ഞാൻ എടുത്ത് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കോടിക്കണക്കിന് ആസ്തിയായി, പിന്നെ ഭയങ്കരമായിട്ട് ഇൻകം കിട്ടിയെന്ന് രേണുസുതി ഉൾപ്പെടെ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്. അത് ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞ പോരായിരുന്നു. നിങ്ങളുടെ ഏറ്റവും അടുത്ത ആള് അവര് ചെയ്യുന്ന ഓരോ റീൽസും എന്റെ ഐഡിയ വഴിയാണ് അവര് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോഴേ പറയുന്നയാ രേണുവിന്റെ ഓരോ ചുവടുകളും എടുത്ത് വീഡിയോ ആയിട്ടുണ്ട്. ആ ഐഡിയ പറഞ്ഞു കൊടുത്തേ. ഇത്തവണ ഐഡിയ പറഞ്ഞു കൊടുക്കാൻ അവർ ഫോൺ വിളിച്ചിട്ടെടുത്തില്ല. അതായിരിക്കും നടക്കുന്നത്. അല്ല, ഇങ്ങനെയൊക്കെ രേണുവിന് വേണ്ടി നിന്നവര് വന്നിട്ട് അതൊക്കെ രേണുവിനൊരു വിചാരമായിരുന്നെങ്കിൽ രേണു അത് വിചാരിക്കും. ആർക്കൊരു വിചാരമില്ല കേട്ടോ. നിങ്ങളുടെ വ്യൂസ് കണ്ടാൽ അങ്ങനെ കോടികൾ ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും 3 മാസം കൂടുമ്പോ $100 ഉണ്ടാക്കിയത് രേണുവിനെ വെച്ചിട്ടാണോ? ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നത് രേണുവിനെ വെച്ചിട്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല. അല്ല, നമ്മൾ ഉണ്ടാക്കുന്നതിൽ ഒരു ഘടകം രേണു.
അപ്പൊ നമ്മളത് ഫസ്റ്റ് അക്സെപ്റ്റ് ചെയ്യും. ഇപ്പോഴും ഇവരത് അക്സെപ്റ്റ് ചെയ്യാൻ പോലും റെഡിയല്ല. എനിക്ക് കിട്ടിയത് 8,000 ആടാ, അവർക്ക് കിട്ടിയത് 3 ലക്ഷം ആടാ. അങ്ങനെ പറയില്ല, 8,000 ചുമ്മാ കിട്ടത്തില്ലല്ലോ. ഇത്ര നാളെ ഇത് 3 മാസം വെച്ച് നോക്കുമ്പോഴത്തേക്കിന് 3 മാസം 3 6 9 12 15 അപ്പൊ 5 18 അപ്പൊ 5 എങ്ങനെ ഒരു നിങ്ങൾക്കൊരു 10-12 തവണയെങ്കിലും നിങ്ങൾക്ക് 8,000 രൂപ വെച്ച് കിട്ടിക്കാണും. 10 തവണ വെച്ച് കിട്ടിയാൽ തന്നെ 80,000 രൂപയായി. പിന്നെ അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ 96,000 രൂപയായി. അതുകൊണ്ട് 1 രൂപ അടുപ്പിച്ച് മേടിച്ചില്ലേ, അതൊക്കെ ചുമ്മാ കിട്ടുമായിരുന്നു. ഒരു സൈഡിൽ കൂടെ കിട്ടിയല്ലേ. നിങ്ങളുടെ മെയിൻ പരിപാടി ഇതല്ല, സീരിയൽ അങ്ങനെയുള്ള സിനി ഫീൽഡ് ആണെന്നല്ലേ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ഒരു സൈഡ് ബിസിനസ് ആയിട്ട് കണക്ക് കൂട്ടിക്കൂടെ? പൈസ അല്ലേ പാർട്ട് ടൈം ആയിട്ട് രേണുസുതി വിറ്റില്ലേ? എടുത്ത് വ്യക്തമായിട്ട് തന്നെ പറയാൻ എനിക്ക് പറ്റും. പിന്നെ രേണുസുതിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ, ഏത് സ്റ്റേറ്റ്മെന്റ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഞാൻ നിന്റെ വീട്ടിൽ ഒന്ന് കാണിച്ചു തരാം. അത് നീ ആദ്യം മനസ്സിലാക്കണം. ഇത് ഞാൻ രേണുസുതിക്ക് വേണ്ടി പറയുന്നത് എന്താണ് എന്ന് രേണുസുതിക്ക് അറിയാൻ പറ്റും. മനസ്സിലായല്ലോ? ഇതാണ് ശരിക്കും വിൽപ്പന. സ്വന്തം കൂട്ടുകാര് ഇപ്പം സായിയെ കുറിച്ച് റിയാക്ഷൻ, അഖിൽ അന്നാർജിയുടെ വിഷയത്തിന് ആൾക്കാർ ഏറ്റവും പ്രതികരിച്ചെന്തോ എന്റെ കൂട്ടുകാരനാണ് എന്ന് പറഞ്ഞൊരു ഘടകമായിരുന്നു. നിങ്ങൾ 24 മണിക്കൂർ നിങ്ങളുടെ കൂട്ടുകാരിയാണ്, സഹോദരിയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ അവർക്ക് വേണ്ടി തുമ്മിയാലും തൂറിയാലും വീഡിയോ ഇട്ടുകൊണ്ട് വരുന്ന നിങ്ങൾ ഇപ്പൊ അവളോട് പേഴ്സണലായിട്ട് പറയേണ്ട ഒരു കാര്യം ഒരു വീഡിയോ മുഖാന്തരം വന്ന് കേൾപ്പിച്ച് അതിനകത്തൊരു വ്യൂസ് ഒപ്പിച്ച് ചെയ്യുമ്പോഴത്തേക്കിന് അതെന്തുവാ? ഇതല്ലേ യഥാർത്ഥ സുഹൃത്തിനെ വിൽക്കുക എന്ന് പറയുന്നത്? നമ്മൾ ചെയ്യുന്നതല്ല വിൽപ്പന. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളുടെ സുഹൃത്തിന്റെ ആ മെഡിക്കൽ കണ്ടീഷനും ഈ ഒരു അവസ്ഥയും അവർ ചെയ്തൊരു വീഡിയോയും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്ത് വിറ്റുകൊണ്ടിരിക്കുന്നത്. എന്തോന്ന് ഞാനും ദേവും കൂടെ മറ്റേ ഇവിടെ പോയില്ലേ ബില്ലിന്റെ സാധനത്തിന്, തൊട്ടടുത്ത വീഡിയോ മനുവും ദേവും ചെയ്തോ സൂപ്പർ സാധനം, എനിക്ക് നിങ്ങളോട് നന്ദി ഉണ്ടെന്ന്. അപ്പൊ ഞാൻ ദേവും പറഞ്ഞു ഇപ്പൊ നമ്മളെ കുറിച്ച് പോസിറ്റീവ് പറഞ്ഞിട്ട് എന്ത് പറ്റും. തൊട്ടടുത്ത വീഡിയോയില് അവന്മാര് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി, എക്സ്ക്ലൂസീവ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാ. അത് അങ്ങനെ അവരുടെ മെഡിക്കൽ കണ്ടീഷൻ തിരക്കാൻ നീ ആരാന്ന്. അതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ നാളെ പോകാനിരുന്നത് എന്തൊക്കെയോ പറയുന്നത്. വിഷയം ഉണ്ടാക്കണം എതിർത്ത് നിന്ന് ഒരു സപ്പോർട്ട് ചെയ്തെന്ന് കണ്ടപ്പോഴത്തേന് അവരുടെ അടുത്തോട്ട് സപ്പോർട്ട് വരുമെന്ന് പേടിച്ചിട്ടായിരിക്കും. നോക്കാം നമുക്ക്. അപ്പൊ ഒരാള് ആത്മാർത്ഥമായിട്ട് ഒരാളെ സ്നേഹിക്കുന്നെങ്കിൽ ആ സ്നേഹം തിരിച്ചറിയാൻ കഴിവില്ലെങ്കിൽ അവിടെ ഫ്ലോപ്പാണ്. മനസ്സിലായ? നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ, ഒന്നും പ്രതീക്ഷിക്കാതെയാണ് നിനക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ളത്, നിന്നെ സ്നേഹിച്ചിട്ടുള്ളത്. കുറച്ച് വ്യൂ പ്രതീക്ഷിച്ചില്ലായിരുന്നു. എന്നാ പിന്നെ പൈസ തിരിച്ചുവിടും. ഒന്നും പ്രതീക്ഷിച്ചില്ല. പൈസ എന്തിനായേ? ഞാൻ ഒന്നും പ്രതീക്ഷിക്കാൻ സ്നേഹത്തിന് വേണ്ടി എന്തായാലും പിന്നെ എന്തിനാ പൈസ എന്തിനായിരുന്നു? അത് തിരിച്ചു കൊടുത്തേക്ക്. സ്നേഹത്തിന് വേണ്ടി ചെയ്യുന്നില്ലേ? ചിലപ്പോ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്തായിരുന്നെങ്കിൽ ഇവർക്ക്. ഞാനിത് എപ്പോഴും പറയായിരുന്നു, ഇവരെ മറ്റേ അറക്കാൻ വെച്ചേക്കുന്ന ആടായിട്ട് അറിയണ കൊണ്ടുവന്നേ കറക്റ്റോട് തല വെച്ച് കൊടുക്കുക. ഫ്രണ്ട് അല്ലേ? കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇതുവരെ രേണുവിനെ കുറ്റം പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ദേ കാണ് ഭാവമായി. കാലം മാറി. കാലം എത്ര പെട്ടെന്ന് മാറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അച്ഛന്റെ വാക്ക് അത് ഞാൻ എപ്പോഴും പറയും. അതിൽ ആത്മാർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് ഇൻകത്തിനാണെങ്കിൽ ഇപ്പൊ ബാങ്ക് ബാലൻസ് എനിക്ക് ഒരു 7 വർഷമായി മോളെ ഞാനൊരു കിടപ്പാടം ഉണ്ടാക്കിയിട്ട് അതിന്റെ ലോൺ ഇപ്പോഴും ഞാൻ അടച്ചുകൊണ്ടിരിക്കും. ചില മാസങ്ങൾ അടയ്ക്കാൻ ഇല്ലാതെ ഡ്യൂ വന്നിട്ട് എക്സ്ട്രാ കൊണ്ട് അടയ്ക്കുന്ന അവസ്ഥയിലാണ് ഞാൻ ജീവിക്കുന്നത്. മനസ്സിലായ? അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് എനിക്ക് ഇൻകത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ എന്തെല്ലാം വഴികൾ വേറെ ഉണ്ട്. നിന്നെ വെച്ച് തന്നെ എനിക്ക് ഉണ്ടാക്കാമല്ലോ, അതറിയാമല്ലോ ഏത് രീതിയിൽ വീഡിയോ ഇട്ട കയറി റീച്ച് ആവും എന്നുള്ളത്. അപ്പോൾ നമുക്കിപ്പം എന്താണ് പറയേണ്ടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് മനസ്സിലാവുന്നതേ ഇല്ല. എനിക്ക് പക്ഷെ നല്ല വിഷമമുണ്ട്. ആ വിഷമം എന്താണെന്ന് സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടാ. അപ്പം ഈ ഒരു കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളടുത്ത് സംസാരിക്കണമെന്ന് തോന്നി. കാരണം ഞാൻ അത് പറഞ്ഞു ഇത്ര അപരാധമായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല. രാണിയുടെ 2ാമത്തെ പാർട്ടും വന്ന് ആ വീഡിയോ ഞാൻ കണ്ടു. അത് ഞാൻ കണ്ടു. പിന്നെ രേണു അതിനകത്തൊരു ഡയലോഗ് പറഞ്ഞായിരുന്നു, ഞാൻ സ്നേഹിച്ചവരാരും എന്നെ കാണാൻ വന്നില്ല, പക്ഷെ എന്നെ സ്നേഹിച്ചവർ കാണാൻ വന്നത്. അതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു, ഓക്കെ, ഞാൻ എനിക്ക് ഈ സുഖമില്ലാതെ ആയതിനു ശേഷം 2-3 പ്രാവശ്യം നിന്നെ വീട്ടിൽ വന്നു. നിന്റെ സുഖം മനസ്സിലായില്ല ഇവർക്ക്. ഞാൻ സ്നേഹിച്ചവരാരും കാണാൻ വന്നില്ല, പക്ഷെ എന്നെ സ്നേഹിച്ചവര് എല്ലാരും എന്നെ കാണാൻ വന്നു എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് 2 പേരില്ല. ഞാൻ പറഞ്ഞേ കണ്ണീര് തുടച്ചിട്ട് 2 പേരില്ല. ഞാൻ നിന്നെ അവര് പറഞ്ഞിട്ടെ ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു, അപ്പൊ നീ എന്തോ ഈ പറയുന്നത്? അവര് പറഞ്ഞു എന്നെ സ്നേഹിച്ചവർ എന്നെ കാണാൻ വന്നത്, ഞാൻ സ്നേഹിച്ചവരാരും വന്നില്ല. മനുവും മറ്റേ സൈക്കോയും കൂടെ വീണ്ടും എന്നെ അങ്ങനെ പറയുന്നേ. സൈക്കോപാത്ത്. രേണു സജീനെ സ്നേഹിച്ചിരുന്നു, സജീനെ വന്നില്ല. എന്നെ സ്നേഹിച്ചവര് വന്നെന്ന് പറഞ്ഞു. 2-നകത്ത് ഇവര് വന്നില്ല. അപ്പൊ ഇവര് തന്നെ ഇരിക്കാനകത്ത് 2-ലും ഇല്ല. രേണു പറഞ്ഞ 2-ലും ചായയില്ലെന്ന്. പിന്നെ ഞാൻ ആരായിരുന്നു കേട്ടാ. ഞാൻ അന്വേഷിച്ചു. ഒരു പ്രാവശ്യം ഞാൻ വന്നപ്പോ എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു നിന്റെ കിടപ്പ്. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ്. അത് എന്ന് പറഞ്ഞ നിന്റെ ആ ഒരു അവസ്ഥ കാണാൻ എനിക്ക് പറ്റില്ലായിരുന്നു. ഇത് സംഭവം എന്ന് അറിയോ,
മറ്റേ ഈ ഇ വിദ്യാഭ്യാസം കൊണ്ടുവരുമ്പോഴത്തേക്കിന് സ്കൂൾ മാച്ചിനെ പിടിച്ച് മാവിന്റെ മേളിൽ കയറ്റും. മാങ്ങ പറിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചാന്ന് പിള്ളേർ പറയുമ്പോ മാവി കയറും. കുറച്ച് കഴിയുമ്പോഴത്തേന് മാച്ച് വന്നാലേ വരും. പക്ഷെ ഹെഡ് മാസ്റ്റർ നെടുപടി വേണു മറ്റേ കിടന്നിട്ട് ഓടി വീട്ടിനകത്ത് കയറുന്നത്. അപ്പൊ അവര് കാറ് അയ്യോ മാച്ചിന്റെ ഈ കിടപ്പ് കാണാൻ വയ്യാത്തോണ്ടാ ഞാൻ വീട്ടിൽ വന്ന് എനിക്ക് വയ്യ ഞാൻ വരുന്നുണ്ട്. സംഭവം എന്തോ സാമ്പത്തികം ചെലവാകും. അങ്ങോട്ട് ചെന്ന് അതുകൊണ്ടാണ് മറ്റേ പേഴ്സൊക്കെ എടുത്ത് ഒളിപ്പി അവിടെ മോള് പേഴ്സ് എടുത്തോണ്ട് വരും. എന്നാ അച്ഛാ പേഴ്സും കൊണ്ടുപോകും. കാര്യം മനസ്സിലാവുന്നുണ്ട്, കിടപ്പ് കാണാൻ വയ്യാത്തോണ്ടാണ്. ഒരു കാര്യം ചെയ്യട്ടെ, നിങ്ങൾക്ക് വയ്യാതെ കിടക്കുന്ന നിങ്ങൾ ഭയങ്കരമായിട്ട് ചിന്തിച്ച ഒരാള് നിങ്ങളെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല, എന്നാൽ എല്ലാ ദിവസവും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അവളുടെ പുതിയൊരു ഇന്റർവ്യൂ വന്നിരിക്കുന്നു, ഇതാണ് അവൾ സൂപ്പറാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യും? അതിനകത്ത് രേണുവിനെ എങ്ങനെ തെറ്റു പറയാൻ പറ്റിയ സാധനത്തിനകത്ത്? നമ്മള് പിന്നെ ഇവരെ കണ്ടിട്ടില്ലെന്നെങ്കിലും പറയാം. നിങ്ങൾ അവരെ കാണുകയും അവരുടെ കൂടെയും അവർക്ക് നല്ല രീതിയിൽ ഇരുന്ന സമയത്ത്, അതായത് അവർ നല്ല രീതിയിൽ ഫെയിം ആയിട്ട് അവരുടെ കൂടെ ഇരുന്ന് ലൈവ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തോരം ലൈവുകൾ നീയും മറ്റേ ശ്രീതു എന്നങ്ങാണ്ടൊരു പെണ്ണുണ്ടായിരുന്നല്ലോ, നിങ്ങളെല്ലാവരും കൂടെ ഏതോ ഒരു മറ്റേ എന്തോ ചീനിത്തോട്ടത്തിൽ നിന്നുകൊണ്ട് അവര് എടുത്ത് ലൈവ് ഉണ്ടാക്കിയിട്ട് പലരും തെറി വിളിക്കുന്നത്, പള്ളിയിൽ അച്ഛനെ വിളിക്കുന്നത്. ഇവർ രണ്ടുപേരും കൂടി ഇരുന്നിട്ടായിരുന്നു അയാൾ വിശപ്പാമ്പ എന്ന് പറയുന്നുള്ള ലൈവ് വരെ ഇട്ടത്. ഇങ്ങനെയുള്ള സാധനങ്ങൾ, അതായത് രേണുവിന്റെ ഒരു നല്ല സമയത്ത് രേണുവിന്റെ കൂടെ എല്ലാം നടന്ന് ലൈവ് ഇട്ട് ഊറ്റി നല്ല രീതിയിൽ ഇരുന്ന സമയത്ത് രേണു കിടന്നപ്പോഴത്തേക്കിന് എനിക്ക് ആ കിടപ്പ് കാണാൻ വയ്യേ, ഞങ്ങൾ കട്ടപ്പാക്കുത്തെന്ന് പറയുന്നത്. നല്ല കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പൊ സുഹൃത്തിന് ഒരാൾക്ക് വയ്യാതെ വീണ് കിടക്കുമ്പോഴത്തേക്കും നമ്മൾ അങ്ങോട്ട് കാണാതെ പോവാതെ വീട്ടിൽ തന്നെ എനിക്ക് വയ്യത് കാണാനായിട്ട്. അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെയാണെങ്കിലും വേണ്ടില്ല, ഓരോ ഇന്റർവ്യൂ വരുമ്പോഴേ രേണുവിന്റെ സംസാരിക്കണ്ട, വേണ്ട, എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ട്, അത് കേൾക്കാനും ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെയാണ് നമുക്ക് പറയാം. ഒരു മാനസിക ബുദ്ധിമുട്ടുള്ളത്. ഇത് ഓടി നടന്ന് റീച്ചിന് വേണ്ടി വീണ്ടും അത് ചെയ്തോണ്ട്, പക്ഷേ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ടില്ല. ഞാനാണ് ഇന്റർവ്യൂ വരുമ്പോ കണ്ടോ, അത് മതിയോ? 2 ഇന്റർവ്യൂ ഞാൻ കണ്ടു, 2ാമത്തെ ഞാൻ വിടാതിരുന്ന് കണ്ടെന്ന് രേണു എന്നെ കുറിച്ച് പറയുന്നത്. സജീനെ മനസ്സിലാക്കിട്ട് സജീനെ രേണു ഫ്രണ്ടായിട്ട് കണ്ടിട്ടേ ഇല്ല. തുടക്കത്തിലും കരീഷ്മയുടെ പേരൊക്കെ പറഞ്ഞപ്പോഴും എന്റെ പേര് പറഞ്ഞില്ല. മഞ്ജു അവളെ ചീത്ത വിളിച്ചൊരു വീഡിയോ ഇടും, ഓർമ്മയുണ്ടോ? അല്ല ഇവര് പറയുന്നത് എന്തോ ഇവർക്ക് ബുദ്ധിമുട്ടാണെന്ന്. എന്നാ കോണ്ടന്റ് വിളിച്ച് ചോദിക്കും, ചേച്ചി അച്ഛനെ കോണ്ടന്റ് വിളിച്ച് ചോദിക്കും, ഇന്നെന്താ രേണു ചെയ്ത്, എത്ര സ്റ്റെപ്പ് നടന്ന്, എങ്ങോട്ട് തിരിഞ്ഞ്, വലത്തോട്ട് തിരിഞ്ഞ്, ഇടത്തോട്ട് തിരിഞ്ഞോ, എത്ര മൂവ്മെന്റ്, കയ്യിൽ മറ്റേ സ്റ്റോപ്പ് വാച്ച് ഇട്ടിട്ടുണ്ടെന്നു, എത്ര മൂവ്മെന്റ്, എത്ര കിലോമീറ്റർ, അതുവരെ എടുത്ത് വീഡിയോക്കകത്ത് ഇട്ടോണ്ടിരുന്നപ്പോഴത്തേനും ഒന്ന് മോശമല്ല എണ്ണേ. മനസ്സിൽ വെച്ച് വരണ്ടായിരുന്നു എന്ന് ചിന്തിച്ചോളാം ഞാൻ. എന്നിട്ടും ആ മാണ്ട് കിടന്ന് നിന്നെ അവിടെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത് വരെ. അല്ലല്ല, ഒരു കാര്യം പറട്ടെ, ഇവര് തന്നെയല്ലേ എന്നിട്ട് വീഡിയോ ഇടുന്ന രേണുവിന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമോ? ഇപ്പം അവൾ അത്രയും കിടവില്ല. നിങ്ങൾക്കറിയാമോ രേണുവിന്റെ അവസ്ഥ? നിങ്ങൾ എന്താ കണ്ടാ വീഡിയോ ഇട്ടെ? നിങ്ങൾ ഇമാജിൻ ചെയ്തെടുത്തോ, AI ക്രിയേഷൻ ആയിരുന്നു. അവിടുന്ന് ഇവിടുന്ന് കേൾക്കുമ്പോഴത്തേക്കിന് പിന്നെ 10 ബൂസ്റ്റ് ഇവരിടും കൂടെ, ഇട്ടങ്ങ് അടിക്കും. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇപ്പൊ രേണു ചേച്ചി വിളിക്കും, രേണു ചേച്ചി അങ്ങനെ പറയത്തുള്ളൂ, അനിയത്തി വയ്യാത്തിറക്കും, അയ്യോ അനിയത്തി ഒട്ടും വയ്യാത്തിറക്കും. ഇവരുടെ ചേച്ചി അയ്യോ രേണുവിന്റെ അറിയാവോ നിങ്ങൾ എന്തോ ഈ കാണിക്കുന്ന വീഡിയോ ഇടുന്നത്? നിങ്ങളൊക്കെ എതിർത്ത ഞങ്ങളാണ് കൂടെ നിൽക്കുന്നത്. അത്രേ ഉള്ളൂ. ഞങ്ങൾ വേണ്ട കാര്യം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് നേരെ തിരിച്ചാ, തലതിരിഞ്ഞുള്ള പരിപാടിയാണ് കാണിക്കുന്നത്. ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വരെ നിനക്ക് ഞാൻ എന്താണ് പറഞ്ഞു തന്നോണ്ടിരുന്നത്? ഇങ്ങനെ ഡൗൺ ആവരുത്, മനസ്സിന് നല്ല കട്ടി കൊടുക്കണം, നമ്മൾ കഴിക്കുന്ന നമ്മൾ ഇഷ്ടിക എടുത്ത് കഴിച്ചാൽ മതി മനസ്സിന് കട്ടി കൊടുക്കാനായിട്ട് നിങ്ങൾ റസ്കോ അങ്ങനെയുള്ള ആഹാര പദാർത്ഥങ്ങൾ കട്ടി കൊടുക്കണം. കട്ടി എങ്ങനെ അയച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ മനസ്സിന് കട്ടിയില്ലാത്തവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. കായോട് ഭയങ്കര ഇഷ്ടം തോന്നുന്നു. കരിമ്പടം, കട്ടി, കഴിഞ്ഞതിൽ എന്താ കണ്ടി ഇടണം, ഫുള്ള് കായയുടെ പരിപാടിയാ. അതാണ് പോക്കരുത്. യൂസ് ചെയ്യുന്ന മെഡിസിൻ നമ്മുടെ ശരീരത്തെ എഫക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ മനസ്സിന് ഒരു ടാർഗറ്റ് ഉണ്ടായിരിക്കണം. ഇല്ല, ഈ അസുഖം വന്നു, എനിക്ക് വയ്യ, ഡൗൺ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. നീ എണീറ്റ് ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞാൻ നിന്നോട് പറഞ്ഞ ഒരു വാക്ക് ഇതാണ്, ആരെന്ത് വേണേലും പറഞ്ഞോട്ടെ, എത്ര നെഗറ്റീവ് ആണെങ്കിലും പറഞ്ഞോട്ടെ, അതിനെ ഞാൻ വെട്ടി വീഴ്ത്തിക്കോളാം. വാഴത്തണ്ട് പോലെ കിടക്കുന്നത് 2 കഷ്ടം അല്ല. നിങ്ങൾ എന്തോ നിങ്ങൾ എന്ത് വെട്ടിയിടുമെന്ന് പറയുന്നത്? ഇവര് വെട്ടിയിടുന്ന പറഞ്ഞാ ചക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാങ്ങാണ്ട് കുഴിച്ചിട്ട് മാവ് വളരും എന്നാണ് നിങ്ങൾ മറുപടി പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് പ്രശ്നം. വെട്ടിയിട്ട് ഇവർ വെട്ടിയിടുക എന്ന് ഉദ്ദേശിക്കുമ്പോഴത്തേക്കിന് അത്രയും രേണുവിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരാളായിരിക്കണം. അപ്പൊ രേണുവിന് വേണ്ടി അത്ര എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കണം. നിങ്ങൾ ഞാൻ ബേസിക്കലി നിങ്ങൾ രേണുവിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് വെട്ടിയിടാൻ ശ്രമിച്ചായിരുന്നു. ഇല്ല, മറ്റേ അനീഷ് വ്ലോഗ് അത്യാവശ്യം വെട്ടിയിടാൻ ശ്രമിച്ചിട്ടുണ്ട്. അവര് വ്യൂസ് ഉണ്ടായിരുന്നു, ആൾക്കാർ കാണുന്നുണ്ടായിരുന്നു. ഇത് വ്യൂസ് ഇല്ലാത്തതേ
ഇവരുടെ പ്രസന്റേഷന്റെ കുഴപ്പമാണ്, അത് മനസ്സിലാക്കണം. അല്ലാതെ രേണുവിനെ വെച്ച് നല്ലത് പറഞ്ഞാൽ റീച്ച് ഉണ്ടാവും, വ്യൂസ് കയറും. രേണുവിനെ വെച്ച് ഈ സമയത്ത് ഞാൻ ചെയ്തിട്ടുള്ള രേണുവിന്റെ ആ ഒരു സമയത്തുള്ള, അതായത് ഈ മെഡിക്കൽ കണ്ടീഷൻ തൊട്ടുള്ള വീഡിയോസ് എടുത്ത് നോക്ക്, ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസ് വ്യൂസ് ഉണ്ടല്ലോ. അപ്പൊ ഇവരെ പ്രസന്റേഷൻ അപ്പൊ വെട്ടിയിടാൻ നിൽക്കുമ്പോഴത്തേന് അരിവാളിന് മൂർച്ച ഉണ്ടോ അത് നോക്കണം. ഇല്ലെങ്കിൽ വെട്ടും കൊള്ളത്തുമില്ല, വെട്ടുകൊണ്ട മരം മാറ്റയുടെ അടുത്ത് ഭഗവതി ഇപ്പൊ പൊട്ടിക്കാം, ഇതല്ല വേണ്ട നാളെ പൊട്ടിക്കാം, അങ്ങനെ നിർത്താതെ. റീൽസ് ചെയ്യുന്ന പറഞ്ഞത് ആണോ? അതിന്റെ പിറ്റേന്ന് നീ റീൽ ചെയ്തു, ആ റീല് കണ്ടിട്ട് ഞാൻ നിനക്ക് കമന്റ് ഇട്ട്, കേറി വരട്ടെ, അത് അങ്ങനെ വേണോ? മറ്റേ ഇത് മഞ്ഞുമൽ ബോയ്സിനകത്ത് എന്താ ലൂസ് അടിക്കടാന്ന് കമന്റ് ബോക്സ് ലൂസ് അടിക്കടാന്ന്. അയ്യോ കമന്റ് ബോക്സ് അത് വലിയ അതായിരിക്കും. മറ്റേ നെഞ്ചത്ത് കട്ടയിടണം എന്തോന്ന് പറഞ്ഞായിരുന്നു, കട്ടിയിടണം. അതാണ് ആ കമന്റ് ബോക്സിലായിരുന്നു ആ കട്ടി ഇട്ട് കൊടുത്തത്. കട്ടപ്പ കട്ടിയിട്ട് എങ്ങനെയാണെന്നറിയോ, രേണു വയ്യാതാകുമ്പോഴത്തേനും പറയും, എടി നീ ഇങ്ങനെ ഇരിക്കരുത്, നീ റിയാക്ട് ചെയ്യണം, നീ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടണം. വീഡിയോ ഇടും, ആ വീഡിയോ ഇപ്പുറത്ത് എടുത്തിട്ട് വേണ്ട രേണു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നു സുഹൃത്തുക്കളെ, അവർക്ക് ഒരു പ്രശ്നമില്ല, അവള് സൂപ്പർ ആണെന്ന് ഇത് ഇത്രയും മതി, ഇവര് ഇത്രയും കട്ടയിട്ടല്ലോ. ഇനിയിപ്പം കട്ടയിട്ട് എന്തായാലും ഇത്രയും നല്ലൊരു കട്ടി കൊടുത്തത് കൊണ്ട് ആ പെണ്ണ് കുഴപ്പമൊന്നും ഇല്ലാതെ ഇപ്പൊ അത്യാവശ്യം ഇങ്ങോട്ട് റിയാക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എതിരെ അടുത്ത് റിയാക്ട് ചെയ്യാനുള്ള സ്റ്റേജിലേക്ക് എത്തി. അതും സത്യം പറഞ്ഞാൽ അവരുടെ ഒരു മെഡിക്കൽ ഇംപ്രൂവ്മെന്റിന്റെ ഭാഗമാണ്. ഇത്രയും നാള് സജീനെ നമ്മളോട് പറഞ്ഞ് നമ്മൾ തിരിച്ചു പറയാം, അവരെങ്ങനെങ്കിലും ജീവിച്ചോട്ടെ, നിങ്ങൾ എങ്ങനെ അവരെ ഇനി അവരെന്തെങ്കിലും ചെയ്തിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്കെതിരെ വീഡിയോ ചെയ്ത് ഒരു ഗീവ് ആൻഡ് ടേക്ക് ആയിട്ട് അവരങ്ങ് ജീവിച്ചോട്ടെ. ഇടയ്ക്കൂടെ കയറിയിട്ട് നിങ്ങള് അപ്പൊ തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള പള്ളിയിലച്ഛൻ തുടങ്ങിയ ആൾക്കാരും ഇതിനിടയിലേക്ക് ഇന്റർഫിയർ ചെയ്ത് കയറി വന്ന് സ്വന്തമായിട്ട് റീച്ച് ഉണ്ടാക്കാനും വരുമാനം ഉണ്ടാക്കാനും ശ്രമിക്കില്ല. നിങ്ങൾ അങ്ങ് മാറുക. രേണു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കെതിരെ ചെയ്യുന്നെങ്കിൽ അവർ തിരിച്ച് അങ്ങോട്ട് ചെയ്ത് അത് അങ്ങോട്ട് ഒരു ഗീവ് ആൻഡ് ടേക്ക് ആയിട്ട് ഞങ്ങൾ ചെയ്തോളാം. ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ആയിട്ട് ഈ സാധനം പൊക്കോളൂ. ഇടയ്ക്കൂടെ കയറി വലിഞ്ഞു കയറിയിട്ട് റീച്ച് ഉണ്ടാക്കാനും പറയാനുണ്ടെങ്കിൽ ആദ്യം എന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കണം. ഞാൻ രേണുവിനോട് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി ആ പരിപാടിയൊക്കെ കൂടെ നടക്കുന്ന ആൾക്കാരങ്ങ് വിട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോകുക. അതായിരിക്കും നല്ലത്, ഏറ്റവും നല്ല കാര്യം. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വെട്ടിയിടാൻ കയറുമ്പോഴത്തേനും ചിലപ്പോൾ 2-3 വെട്ട് കിട്ടിയെന്നിരിക്കും. വെട്ടിയിടാൻ കയറുന്നതിന് ഞാൻ പ്രശ്നമില്ല കേട്ടോ. അരിവാളിന് മൂർച്ച ഉണ്ടെങ്കിലേ വെട്ടുകൊള്ളത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു കാര്യമില്ല, പ്രയോജനമില്ലാത്ത വെട്ടായിരിക്കും. മരം വരെ ഇക്കിളി ഇടുന്നെന്ന് പറഞ്ഞോളൂ. അപ്പം ശരിയെന്നാ.